ധന്യമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് പകലക്കാലം ഈ പ്രഭാതത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെ തണലിൽ എന്നുള്ളതായിരിക്കുന്ന ഈ പ്രൈസലോട് അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ നമ്മളെ ഡെയിലിയുള്ള ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. കർത്താവ് നായകനാക്കി ശേഷമായി സഹായിച്ചു കർത്താവ് സ്തോത്രം. കർത്താവ് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധാസൻ, നമ്മളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുന്ന കർത്താവിന്റെ വിശുദ്ധാസൻ അനിയൽ അവർ നേരത്തെ ആരാധന ചെയ്യുന്ന പ്രാർത്ഥന പാട്ടുപാടി കർത്താവിനെ ബോധ്യപ്പെടുത്തുക. കർത്താവിന്റെ ദാസി ശ്രേഷ്ഠരായിരിക്കുന്ന ദൈവദാസിദാസന്മാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അനേകിടങ്ങളിലായിട്ട് 30 പേര് ജോയിൻ ചെയ്യുവാൻ ആയിട്ടുണ്ടല്ലോ. ഡെയിലി നടക്കുന്ന ഈ പ്രാർത്ഥന കൊണ്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ലോകത്തിന്റെ ഭിന്ന ഭിന്ന ഇടങ്ങളിൽ നിന്ന് പല പല ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥനാ ദുനിയുടെ അനേക ചാപ്റ്ററിൽ നിന്നും കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായി കർത്താവിന്റെ സ്തോത്രത്തിന്റെ പ്രാർത്ഥനയുടെ തണലിൽ നിശ്ചയമായും അത് കർത്താവിന്റെ വിശുദ്ധാസനെ പേരിട്ടിരിക്കുന്ന നല്ല തണലിൽ നമുക്ക് ആയിരിക്കും. നമുക്ക് വിശ്രമം കണ്ടെത്താൻ പറ്റുന്ന ഒരു തണലല്ല, പ്രാർത്ഥനയുടെ തണൽ. ഞങ്ങൾക്ക് ആദ്യം ചിന്തിച്ച് ഈ പ്രാർത്ഥന തണലാണ്. വാസ്തവത്തിൽ കർത്താവിന്റെ തണലിൽ നിശ്ചയമായും അത് വാസ്തവത്തിൽ പ്രാർത്ഥനയുടെ തണലാണ്, നമുക്കൊരു ആശ്വാസമാണ്, നമുക്ക് വിടുതലാണ്. അതുകൊണ്ട് അതിന്റെ തണലിൽ നമ്മൾ ആമേൻ ആയിരിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്കാണത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അതിന് മഹത്വം ഉണ്ടാകട്ടെ. മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്ന നിലയിൽ ഈ മീറ്റിംഗിനെ മീൻസ് ഈ പ്രാർത്ഥന തുണിക്ക് വ്യാപകമായി നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ വിശുദ്ധാസനെ പാസ്റ്റർ ദിവസം ഒത്തിരി കഷ്ടങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നുപോയ പക്ഷെ ദൈവദാസിനെ നാസി കുടുംബത്തെ ദൈവം കൈവിട്ടില്ല. വളരെ അനുഭാനത്തോടുകൂടെ പ്രത്യേകിച്ച് പ്രാർത്ഥന തുണി എന്നുള്ള ആ ഒരു സംരംഭം മാത്രമല്ല പല കാര്യങ്ങൾ തന്നെ സഭയുണ്ട്, ദേശശാലോൺ സഭയുള്ള പല കാര്യങ്ങളുണ്ട്. അങ്ങനെ പല ദൈവത്തിന് ശക്തമായി പ്രധാനപ്പെടുന്ന എല്ലാവരും ഒത്തുമിച്ച് കൊണ്ടുപോകാനൊക്കെ വേണം. സഭാവ്യത്യാസമിനെ ജനത്തെ ഒത്തുമിച്ച് കൊണ്ടുപോകാൻ എല്ലാവരും സ്നേഹത്തിൽ കാണുന്ന കർത്താവിന്റെ വിശുദ്ധാസനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആത്മാർത്ഥതയോടെ എനിക്ക് പറയാനുള്ള കാര്യം അതേ ആണ് ഞാൻ പറയുന്ന. കാരണം ദൈവദാസനെ ദൈവം മാനിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവദാസനാണല്ലോ. ദൈവദാസികളോട് പ്രാർത്ഥിച്ചു കർത്താവ് വിടുതലിനായി നമ്മൾ സ്തോത്രം ചെയ്യുന്നു. അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്കിടയായി. ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന അനേക വിഷയങ്ങൾ വളരെ ആത്മഭാരത്തിന്റെ ദൈവദാസം പഠിച്ചു. പല വ്യത്യസ്ത മേഖലകളിലുള്ളതായിരിക്കുന്ന ദൈവജനത്തിന്റെ ദൈവദാസന്മാരുടെ ശുശ്രൂഷകളുടെ പല പല വളരെ പ്രധാനപ്പെട്ട അടിയന്തര പ്രാധാന്യമുള്ള അനേക വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥനയ്ക്കിടയായി ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് നല്ലത് എപ്പോഴും നമുക്ക് പറയാൻ കഴിയും. നമ്മുടെ കർത്താവിന് നല്ലവരെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുന്നുള്ളല്ലോ. ഹല്ലേലൂയ. ആമേൻ. ഏത് സാഹചര്യത്തിലും ഏതവസ്ഥയിലും നമ്മുടെ കർത്താവ് നല്ലവനാകുന്നു. ആമേൻ. ഈ നിശ്ചയം അത് നമുക്ക് നിശ്ചയമായി പറയാം. കുറച്ച് നാളേക്ക് ശേഷമാണ് നമ്മുടെ ഈ പ്രാർത്ഥന മീറ്റിംഗിൽ പങ്കെടുക്കുക. ഇടയ്ക്കൊക്കെ പല മീറ്റിംഗ് ഉണ്ടായാലും എനിക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ചില തിരക്കുകൾ കാരണങ്ങൾ നാട്ടിലായിരുന്നു. 2-3 മാസത്തിന് ശേഷമാണ് തിരികെ അവരുടെ അത്യാവശ്യമായ ചില കാര്യങ്ങൾ അവിടെ ആയിരുന്നത്. അതിന്റെ എല്ലാ പൂർത്തീകരണം കണ്ടില്ലെങ്കിലും പല കാര്യങ്ങളും പോയ കാര്യങ്ങളൊക്കെ പ്രോഗ്രാമൊക്കെ തീർന്നെങ്കിലും അത്യാവശ്യമായ കാര്യത്തിന്റെ ഞങ്ങളുടെ വസ്തുപരമായ കാര്യത്തിന്റെ വിഷയം അതിലെ ഇതായിട്ടില്ല. സ്തോത്രം. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുമല്ലോ നിബന്ധനം ചെയ്യുവാൻ വേണ്ടി സ്തോത്രം. അങ്ങനെ വീട് ഞാനൊത്തിരി ചിന്ത കൊടുക്കുന്ന ആളല്ല അങ്ങനെ വീടിന്റെ കാര്യത്തിലൊന്നും. പക്ഷേ അതൊക്കെ ഒരു ആവശ്യമാണ്. അതിലേക്ക് മറ്റു ചില പല കാര്യങ്ങളും സാമ്പത്തിക ആവശ്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളുടെ ബാധ്യതകൾ ഇങ്ങനെയൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രിയ പാസ്റ്റർ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥന നമുക്ക് അപ്പോൾ ഇതിനുള്ള ഒത്തിരി വിഷയം നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കാം. ദൈവം തക്ക സമയത്തെല്ലാം നമുക്ക് വേണ്ടതെല്ലാം ചെയ്യുന്ന ദൈവം. എങ്കിൽ ഇത്രത്തോളം നമ്മൾ നടത്തുന്നല്ലോ യോസഫ് നടത്തുന്നല്ലോ വേണ്ടതെല്ലാം നൽകി നമ്മൾ സഹായിക്കുന്നല്ലോ. സ്തോത്രമെങ്കിലും പല പല പ്രാധാന്യ ആവശ്യങ്ങൾ നമുക്ക് ഉണ്ടാകാം. പക്ഷേ നമുക്ക് വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവം. അതിനാൽ നമ്മൾ എങ്കിൽ കർത്താവിനെ വിട്ട് നമുക്കൊരു കാര്യം വേണ്ട. കർത്താവിലേക്ക് തന്നെ നമ്മൾ നോക്കുന്നുള്ളൂ. അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി നിശ്ചയമായി നമുക്ക് നോക്കാൻ ഒറ്റ ഇടങ്ങളുള്ളൂ. അതല്ല ആമേൻ സ്ഥാനം. അതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മുഖവരെ ഒത്തിരി കാര്യം പറഞ്ഞു പോകാതെ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിലേക്ക് കടക്കണമല്ലോ. കർത്താവിന് സ്തോത്രം. ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് 1-2 വേദഭാഗം വായിക്ക് നമ്മുടെ പരിമിതമായ സമയത്ത് ചില കാര്യങ്ങൾ സംസാരിച്ച് നിർത്തുവാൻ തക്കവണ്ണം കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനായിട്ട് 1-2 വേദഭാഗങ്ങൾ ഒന്ന് വായിക്കാം. മറ്റു ചില വേദഭാഗങ്ങൾക്ക് ഞാനിങ്ങനെ പറഞ്ഞു പോകാൻ നമുക്ക് അറിയാവുന്ന വേദഭാഗമാണെങ്കിലും എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ അതിന്റെ 8 വായിക്കാം. നമുക്ക് 7-ാം വാക്യം. എബ്രായ 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ആർക്കും വായിക്കാൻ പറ്റുമ്പോൾ ഞാൻ വായിക്കും. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോട് കണ്ണീരോടുകൂടെ അപേക്ഷയും അഭയയാതനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ ഒരു വേദഭാഗം 2 20-ാം അധ്യായം അതിന്റെ
സ്തോത്രം 6-ാമത്തെ വാക്യം, 26-ഉം 27-ഉം വാക്യങ്ങൾ വായിക്കുന്നു. 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൽ 26, 27 വാക്യങ്ങൾ. 4-ാം ദിവസം അവർ ബെരാഖ താഴ്വരയിൽ ഒന്നിച്ചുകൂടി അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ ബെരാഖ താഴ്വര എന്ന് പേർ പറഞ്ഞു വരുന്നു. യഹോവ അവർക്ക് ശത്രുക്കളുടെ ജയസന്തോഷം നൽകിയതുകൊണ്ട് യഹൂദ്യരും യെരൂശലേമ്യരും എല്ലാം മുൻപിൽ യഹോശാഫാത്തുമായി സന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വേദഭാഗങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന വേദഭാഗങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ പലപ്പോഴും ചിന്തിക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും പ്രസംഗിക്കുകയും അതിനെ കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന വേദഭാഗം നന്നായിട്ട് അറിയാവുന്ന വേദഭാഗമാണല്ലോ. നമ്മുടെ പ്രത്യേകിച്ച് പ്രാർത്ഥനയുടെ സമയമാണെന്ന് ഇത് പ്രാർത്ഥന ആയിരിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി ദിവസത്തെ പ്രാർത്ഥിക്കുന്നവരാണ്. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും പല പല പ്രയാസങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഏതെങ്കിലും വിധത്തിലൊക്കെ നമ്മൾ കടന്നു പോയിട്ടുള്ളവരാണ്, അഭിമുഖീകരിക്കുന്നവരാണ്, ദൈവദാസന്മാരാണ്, ദൈവമക്കളാകട്ടെ. പക്ഷെ എന്നാൽ നാം നിലവിളിക്കുന്ന ആ ഭക്ത ദൈവത്തിൽ നിലവിളിക്കുമ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ഒരു കർത്താവിന് ജീവിക്കുന്നു. അതുകൊണ്ടാണ് നാം ദൈവത്തിന് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന കേൾക്കുന്നവരായുള്ളൂ എന്ന് വായിക്കുമ്പോൾ തന്നെ ഭയങ്കര കാര്യങ്ങളെ നീതിയോടെ ഉത്തരമറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ ഒത്തിരി വേദഭാഗങ്ങളും അതുകൊണ്ട് പറയാനുണ്ടെങ്കിലും പ്രാർത്ഥന കേൾക്കുന്ന ഉത്തരം നൽകുന്ന ഒരു ദൈവത്തെയാണ് നാം സർവശക്തനായ ദൈവത്തെ സേവിക്കുന്നത്. അപ്പോൾ മാത്രമല്ല പ്രാർത്ഥന നിലവിളിയായി തീരുമ്പോൾ പിന്നെ അതിന് നിശ്ചയമായും അതിന്റെ ആ ഫലം കുറച്ചുകൂടെ ഏറുകയാണ്, അല്ലെങ്കിൽ അത് റിസൾട്ട് വളരെ ശക്തമാകുകയാണ് എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. പ്രാർത്ഥന, ആമേൻ, നിലവിളി, സ്തോത്രം. അപ്പോൾ തന്നെ നന്ദി പറയുന്നവരാ. നമുക്കറിയാം പ്രാർത്ഥനയുടെ തന്നെ പല തലങ്ങളെ പറ്റി ദൈവദാസന്മാരൊക്കെ പറയുകയും പ്രസംഗിക്കുകയും നമ്മൾ പ്രസംഗം കേട്ടിട്ടുള്ളവരാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ അത് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. പ്രാർത്ഥനയിൽ നന്ദി പറച്ചിൽ, സ്തോത്രമുണ്ട്, പിന്നെ ദൈവത്തെ ആരാധിക്കുന്ന അനുഭവമുണ്ട്, സുദിന കാര്യങ്ങൾ സമർപ്പണമുണ്ട്, ഏറ്റുപറച്ചിലുണ്ട്, നമ്മുടെ കുറവുകൾ ഏറ്റുപറയുന്നു, അതുപോലെ നമ്മളെ തന്നെ സമർപ്പിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ വിഷയങ്ങളെ സമർപ്പിക്കുന്നു. കാരണം ദൈവത്തിന്റെ മഹത്വം കൊടുത്തിരുന്ന നന്ദി പറഞ്ഞിട്ട് ദൈവത്തെ ആരാധിക്കുന്നു, നന്ദി പറയുന്നു, നമ്മളെ തന്നെ സമർപ്പിക്കുന്നു. ഇതെല്ലാം അതിനകത്തുള്ള വിഷയമാണല്ലോ. നമ്മളെ കുട്ടികളെ ഏറ്റു പറയുന്നു, ശുദ്ധീകരണം പ്രാപിക്കുന്നു. അപ്പോൾ നമ്മുടെ വിഷയങ്ങളെ പറയുന്നതെല്ലാം അതിന്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാനത്ത് പ്രാർത്ഥന എന്നുള്ളത് നിലവിളിയായി കണ്ണുനീരായി തീരുമ്പോൾ വാസ്തവത്തിൽ ഇവിടെ നാം വായിക്കുന്ന കർത്താവാണ് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഉത്തമ മാതൃക. അനേക പ്രാർത്ഥന വീരന്മാര് എന്ന് ഉണ്ടായിട്ടുണ്ട്. ബൈബിൾ ചരിത്രത്തിലാകട്ടെ, നമുക്കറിയാം, ഈ ലോക ചരിത്രത്തിലാകട്ടെ, സഭാചരിത്രത്തിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാം എത്രയോ വിശുദ്ധന്മാർ പ്രാർത്ഥനയിൽ അനേക സമയം ചെലവഴിച്ചിട്ടുള്ള ഭക്തന്മാര്. നമുക്കറിയാം പ്രാർത്ഥന ധ്വനി എന്നുള്ളതാണ് വളരെ പ്രാധാന്യം കൊടുക്കുന്ന, പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗ്രൂപ്പാണ്. പ്രാർത്ഥന ധ്വനി പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് പ്രാർത്ഥന ശക്തമായ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് ഓർത്ത് കർത്താവിന്റെ സ്തോത്രം. എന്ത് വില ഒതുക്കേണ്ടി വന്നാലും ദാസൻ ഒത്തിരി തിരക്കുള്ള ദിവസം എങ്കിലും ഈ കാര്യമൊക്കെ എങ്ങനെ നേരത്തെ കൊടുക്കുവാൻ കഴിയുന്നു ദൈവത്തിന്റെ കൃപയാണ്. വാസ്തവത്തിൽ കർത്തദാസനെ പിന്നെയും ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ, കുടുംബമായി സഹായിക്കട്ടെ. നമ്മൾ ഉള്ളിയേർന്ന് അതിനോട് ചേർന്ന് നിൽക്കുകയാണല്ലോ. ഇതിനകത്ത് പലയിടങ്ങളിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്നുണ്ട്, പ്രാർത്ഥന ഗ്രൂപ്പ് നേതൃത്വം കൊടുക്കുന്നുണ്ട്. എല്ലാവരും ദൈവം സഹായിക്കട്ടെ. ഇവിടെ നാം വായിക്കുന്നത് ഉറച്ചു നിലവിളിയോടെ, നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ നമ്മള് ബന്ധപ്പെട്ട കാര്യം വായിക്കുന്നുണ്ട്. മറ്റു സുവിശേഷങ്ങളൊക്കെ ഗെത്സമനയിൽ നമുക്കറിയാമല്ലോ പ്രാർത്ഥിച്ച പ്രാർത്ഥന വളരെ നമുക്കറിയാം രക്തം വിയർപ്പുതുള്ളി പോലെ വീടും നമ്മൾ വായിക്കുന്നില്ലേ. ചിലപ്പോൾ രക്തം കണക്കി വീഴും. അപ്പൊ വിയർപ്പുതുള്ളി പോലെ രക്തം അതുപോലെ അത്ര കഠിന വ്യഥയോടെയാണല്ലേ കർത്താവ് പ്രാർത്ഥിച്ചതല്ലേ. ആമേൻ. ഉള്ളം തകർന്ന് കഠിനമായി അത്രത്തോളം ഞരമ്പുകൾ പോലും നമുക്കറിയാം, രക്തധമനികൾ പോലും അങ്ങനെ വളരെ ആ നിലയില് വളരെ ഭാരത്തോട് അത്ര കഠിനമായ അവസ്ഥയിലായി ആ നിലയിൽ വേർപ്പുള്ളി പോലെ തീരുവാനിടയായി തീർന്നു. അപ്പോൾ ആ നിലയിൽ സ്തോത്രം നമുക്ക് വേണ്ടി വേദനപ്പെട്ടാണല്ലേ ദാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീങ്ങിപ്പോണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല അങ്ങ് ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ച കർത്താവ് നമുക്ക് ഏറ്റവും ഉത്തമ മാതൃക. അല്ലാതെ പ്രാർത്ഥന ഉദാഹരണങ്ങൾ കർത്താവിന്റെ ജീവിതം നമുക്കറിയാമല്ലോ, ഇല്ലേ? ശുശ്രൂഷ നമ്മൾ കാണുന്നുണ്ട്. ശുശ്രൂഷയിൽ തന്റെ 3 വർഷത്തെ ശുശ്രൂഷ നമുക്കറിയാം. പലയിടങ്ങളിലും വ്യക്തിപരമായി പ്രാർത്ഥിച്ചത്, ശിശുമാരുടെ കൂടെ പ്രാർത്ഥിച്ചത്, വ്യക്തിപരമായി പ്രാർത്ഥിച്ചത്, രാത്രി യാമങ്ങളിൽ പ്രാർത്ഥിച്ചത്, പ്രാർത്ഥനയെ സമീപിച്ച് പിതാവുമായി ചെലവഴിച്ചത് ഒക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിലവിളി ഇവിടെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ആ സംഭവം മാനവജാതിയുടെ പാപത്തിന്റെ കഠിനമായ ശിക്ഷ, നാമേൽക്കേണ്ട ശിക്ഷ തന്റെ മേലായി പാപത്തിന് ശിക്ഷ സാക്ഷാത് നമ്മുടെ രോഗങ്ങൾ വഹിച്ചു, വേദനകൾ അമിച്ചു. 53 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ അതിക്രമ നിമിത്തം, നമ്മുടെ പാപ നിമിത്തം
അവൻ ദണ്ഡിക്കപ്പെട്ടിരുന്നു. നമ്മുടെ മേൽ വരേണ്ട ശിക്ഷ അവന്റെ മേലായി. അങ്ങനെ താൻ നമുക്ക് വേണ്ടി ക്രൂശ് വഹിക്കേണ്ടതായിരുന്നു. വലിയ ബലിദാനം, അല്ലെങ്കിൽ വലിയ ബലി, മാനവജാതിക്കുള്ള യാഗം, പ്രായശ്ചിത്ത യാഗം ക്രൂശിൽ നിർവഹിപ്പാൻ തക്കവണ്ണം ചെറിയ കാര്യമായിരുന്നില്ല. ഗബഥാ മുതൽ ഗോൽഗോഥ വരെ, അല്ലെങ്കിൽ ഗെത്സമനാമിൽ നിന്ന് പറയാം, ഗോൽഗോഥ വരെ താൻ സഹിച്ച പങ്കപ്പാടുകൾ ആമേൻ ചെറുതായിരുന്നില്ല. നമ്മുടെ ചിന്തയ്ക്ക് അതീതമാണ്, വർണ്ണനയ്ക്ക് അതീതമാണ്. അത്രത്തോളം ആർക്കും സഹിക്കാൻ കഴിയത്തില്ല. കാരണം പാപത്തിന്റെ കാരണം എത്രത്തോളം വലുതായിരുന്നു. കയ്പ് നിറഞ്ഞ പാനപാത്രം, പാപത്തിന് വരുന്ന ശിക്ഷയുടെ കയ്പ് നിറഞ്ഞ കഠിനമായ ആ പാനപാത്രം ബുദ്ധി കുടിക്കുക നമുക്ക് വേണ്ടി കുടിക്കുവാൻ താൻ തനിക്ക് തിരുവുള്ളമുണ്ടായി. താൻ അതിനായി സമർപ്പിച്ചു, തന്നെ ഏൽപ്പിച്ചു. കഴിയുമെങ്കിൽ ഈ പാനപാത്രങ്ങളിൽ നീങ്ങി പോകണമേ എന്ന് മനുഷ്യത്വത്തിൽ പറഞ്ഞെങ്കിൽ, മനുഷ്യമായിട്ട് ബലഹീനതല്ലത് എങ്കിലും സമ്പൂർണ്ണ മനുഷ്യ സമ്പൂർണ്ണ ദൈവം തന്നെ ആയിരുന്നല്ലോ ഈ ഭൂമിയിലായിരുന്നപ്പോൾ. അമ്മയെ താനെ പിതാവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ പിതാവേ എങ്കിലും ഞാൻ ചെയ്യും പോലെയല്ല, അവിടെ ചെയ്യും പോലെ ആകട്ടെ. അതിലൊക്കെയല്ല ഞാൻ കിടക്കുന്നത്. വാസ്തവത്തിൽ ഇവിടെ നാം വായിക്കുന്നത് ഉത്തരം ലഭിച്ചെന്നാലേ കണ്ണുനീരോടെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവർ ഉറച്ച നിലവിളി, കണ്ണുനീരോടുകൂടെ ഉറച്ച നിലവിളിയോടുകൂടെ അപേക്ഷയും അഭയാജ്ഞ കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കാതെ ഓരോ പദങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഭയഭക്തി നിമിത്തം അല്ലെങ്കിൽ ആ പദത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലും നമ്മുടെ വിലാപം നൃത്തമാണ്. ചില വാക്യങ്ങൾ പറഞ്ഞിങ്ങനെ പോവുകയാണ്. കാരണം സമയത്തിന്റെ പരിമിതി കൊണ്ട് നമുക്ക് വിശാലമായി ചിന്തിക്കാൻ കഴിയുന്ന വിഷയമാണെങ്കിലും നമ്മുടെ പരിമിതമായ സമയം, നമുക്ക് പ്രാർത്ഥന വിഷയമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ സമയം പരിമിതമായ സമയത്തിനുള്ളിൽ ആയതുകൊണ്ട് അല്പമായ ചില കാര്യങ്ങൾ തൊട്ട് പറഞ്ഞു പോവുകയാണ്. നമുക്കറിയാവുന്ന വാക്യങ്ങളായതുകൊണ്ട് നമുക്കറിയാം. വിലാപം 30-ാം സംഗീതം നമുക്കറിയാമല്ലോ. വാക്യം പറയുന്നില്ല, നമുക്കെല്ലാം നന്നായിട്ട് അറിയാവുന്ന ഭാഗങ്ങളാണ്. എന്റെ വിലാപം നൃത്തമാക്കി തീർത്തു, രണ്ടാഴ്ച സന്തോഷം ഒളിപ്പിച്ചു അല്ലേ. ഞാൻ മൗനമായിരിക്കാതെ സ്തുതി പറയേണ്ടത് തന്നെ. അപ്പോൾ അങ്ങനെ എത്രയോ ഭാഗങ്ങളുണ്ട്. ദൈവത്തെ സ്തുതിക്കുന്ന ഭക്തന്മാരെ കാണാത്ത പ്രാർത്ഥന മാത്രമല്ല, നിലവിളി മാത്രമല്ല, അവർ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുക. ദൈവത്തെ മഹത്വം ലഭിച്ച നന്മകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും മുൻകാലം ദൈവം നടത്തിയിട്ടുണ്ട്, ആ ദൈവത്തെ സ്തുതിക്കുക, മഹത്വപ്രത്യേകിച്ച് ചുമ്മാതെ ദൈവം കിട്ടി, ദൈവം തന്നു, ഓക്കെ നല്ല കാര്യം, ദൈവമേ മഹത്വം അല്ലെങ്കിൽ നന്ദി എന്ന് മാത്രം പറയുകയല്ല. ആ ദൈവത്തിന്റെ സ്തുതിയുടെ എന്താ പറയുന്നത്, ആരാധനയെ ആ ജീവിതത്തിന്റെ ഭാഗമാക്കിയുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വഴി നമ്മൾ ഭാഗമാക്കണം. സ്തുതിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കണ്ണുനീര് സ്തുതിയിലേക്ക് മാറണം. വാസ്തവത്തിൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഈ ഭാഗം എന്താ പറയുന്നത്, നമ്മൾ വായിച്ച ദിനവൃത്താന്ത പുസ്തകത്തിൽ യഹോശാഫാത്ത് ഒറ്റ ഉദാഹരണം എടുക്കുന്നതേ ഉള്ളൂ, വേറെ ഉദാഹരണം ഇല്ലെന്നല്ല പറഞ്ഞത്. പക്ഷെ യഹോശാഫാത്തിന്റെ ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്നവരായിരുന്നു അല്ലെ, ദൈവത്തിന്റെ വഴികൾ നടക്കുന്നവരായിരുന്നു, പിതാവായ വഴിയിൽ നടക്കുന്നവരായിരുന്നു, വചനപ്രകാരം ജീവിക്കുന്നവരായിരുന്നു, കൽപ്പന അനുസരിക്കുന്നു, ദൈവത്തെ ഭയപ്പെടുന്നവരായിരുന്നു. ചില അല്പസ്വല്പം പാലിച്ചുകളൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണുന്നത്. എങ്കിൽ പോലും നമ്മൾ അവിടെ ദൈവത്തോടുള്ള ബന്ധത്തില് താനെ വളരെ സത്യനായിരുന്നു, ദൈവ ഭയമുള്ളവനായിരുന്നു, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന അനുഭവത്തിൽ ദൈവത്തെ പ്രസാദമാണല്ലോ ചെയ്തവനാണ്. അങ്ങനെ ഉള്ള ഭക്തന്റെ ജീവിതത്തിൽ വന്ന നമുക്കറിയാം. 20-ാം അധ്യായത്തിലെ 2 അധ്യായത്തിലായി നമുക്ക് നന്നായിട്ട് അറിയാവുന്ന പറഞ്ഞു പോയാൽ മതിയല്ലോ. എന്താ, തനിക്ക് ഒരു യുദ്ധം നേരിടേണ്ടി വരിക, തനിക്കും യഹൂദ ജനത്തിന് മൊത്തത്തിൽ ആ യുദ്ധം നേരിടേണ്ടി വരുന്ന അവസ്ഥയാണ്. അമ്മോന്യരെയും മോവാബ്യരെയും മെയ്യൂന്യരെ വരുന്നു, എന്റെ നേരെ വരുന്നു വാർത്ത കേട്ടപ്പോൾ തന്നെ ചെയ്ത കാര്യം നമുക്കറിയാമല്ലോ. അവിടെ നമുക്ക് അറിയാവുന്ന ഭാഗം 20-ാം അധ്യായത്തിന്റെ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു. 3-ാം വാക്യത്തിൽ യഹോശാഫാത്ത് ഭയപ്പെട്ടു, യഹോവയെ അന്വേഷിക്കുവാൻ താല്പര്യപ്പെട്ട് യഹൂദയിലൊക്കെ ഉപവാസം പ്രശ്നം ചെയ്തു. അത് പറയുന്നതിന് മുമ്പേ ദൈവമക്കൾ, ഞാൻ ആക്ച്വലി ഇത് പ്രധാനപ്പെട്ട വിഷയം, പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ പറയട്ടെ. അത് പറയുമ്പോൾ അത് പറഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം കണ്ണുനീരിന്റെ താഴ്വരെ അനുഗ്രഹത്തിന്റെ താഴ്വരയാക്കുന്ന ദൈവം, അതായത് ഞാൻ അപ്പൊ ആ ഒരു പോയിന്റ് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകുന്നതായിരിക്കും നല്ല അല്പസമയമാണെങ്കിലും. കാരണം അത് വിഷയം അല്ലെങ്കിൽ പറഞ്ഞു പോകുമ്പോൾ ഒരു പക്ഷേ പറയാൻ പറ്റിയില്ലെങ്കിലും വാലി ഓഫ് ടീയേഴ്സ് അല്ലെങ്കിൽ വീപ്പിംഗ്, എന്താ പറയുന്നത്, വിലാപത്തിന്റെ കണ്ണുനീരിന്റെ താഴ്വര, പ്രൈസ് ദി ലോർഡ്, വാലി ഓഫ് ബാഖ. അത് വാലി ഓഫ് ബ്ലെസ്സിങ്ങിലേക്ക്, അനുഗ്രഹത്തിന്റെ താഴ്വരയിലേക്ക് നീങ്ങുന്ന ബറാഖ, വാലി ഓഫ് ബറാഖ. അപ്പോ വാലി ഓഫ് ബാഖ ടു വാലി ഓഫ് ബറാഖ, അതിലേക്ക് നീക്കുന്ന ദൈവം, അല്ലെങ്കിൽ വിലാപത്തിന്റെ കണ്ണുനീരിന്റെ താഴ്വരയെ അനുഗ്രഹത്തിന്റെ താഴ്വരയിലേക്ക്, ബ്ലെസ്സിംഗ് എന്നാണല്ലോ ബറാഖ എന്ന വാക്കിന്റെ അർത്ഥം. ബാഖ കണ്ണുനീർ അല്ലെങ്കിൽ വിലാപം എന്നുള്ള അർത്ഥം. അപ്പോൾ നമുക്കറിയാം ഈ 84-ാം സംഖ്യ നമ്മൾ വായിക്കുന്ന വാക്യമുണ്ട്, ഞാൻ വാക്യത്തിലേക്ക് കടക്കുന്നില്ല. എന്താ പറയുന്നത്, കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. അത് ഇംഗ്ലീഷില് അത് കൊടുത്തിരിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്, ഹു പാസിംഗ് ത്രൂ ദ വാലി ഓഫ് ബാഖ മേക്ക് ഇറ്റ് എ വെൽ, ദ റെയിൻ ഓൾസോ ഫിൽസ് ദ പോൾസ്. അപ്പോൾ കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ അവർ
അവർ അതിനെ ജലാശയമാക്കി തീർക്കുകയാണ്. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണ്ണമായി തീരുന്നു. വില അതൊക്കെ ഓരോ പദങ്ങളൊക്കെ എടുത്ത് ചിന്തിക്കുവാൻ സംസാരിക്കാൻ നമുക്കറിയാമല്ലോ. എത്ര മണിക്കൂർ സംസാരിച്ചാലും തീരുന്നില്ല. അതിന്റെ അവിടെ നിന്നുകൊണ്ട് ഓരോ വാക്കുകൾ സംസാരിച്ചാൽ അതൊക്കെ ശ്രേഷ്ഠ യുവദാസന്മാരെ എന്നെ ജീവിച്ചിരിക്കുന്ന ആശുദാസന്മാരാ നിങ്ങളൊക്കെ ഒത്തിരി വായിക്കി പഠിക്കുക നമ്മൾ ചിന്തിക്കുന്നെങ്കിലും നമ്മുടെ ഒരു ധൈര്യത്തിന് വേണ്ടി ചില വാക്കിന് പറയുന്നേ ഉള്ളൂ. ആമേൻ. നമുക്കറിയാമല്ലോ, സ്തോത്രം. ആമേൻ. കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ കണ്ണുനീരും താഴ്വരയിൽ കരയുന്ന വേദനയിൽ കൈവിരലിൽ കർത്തനന്റെ കൈവില്ലാതെ കണ്ടുപോയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അല്പം വെട്ടക്കുറവ് തോന്നുന്നത്. ഇങ്ങനെ പൈസ ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ പോകുന്നത് കുഴപ്പമില്ല. സ്തോത്രം. ഇപ്പൊ ആയിരിക്കും മധുരയിൽ പ്രദേശക്കാരുമാണ്. അവിടെ നാട്ടിലായിരുന്നപ്പോൾ ഒട്ടും ദിവസം അവിടെ വൈഫ് ഒന്നും ഇല്ലായിരുന്നു. ഇടയ്ക്ക് പറയുന്നത് സുരക്ഷിക്കണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു മീറ്റിംഗ് ഞാൻ ജോയിൻ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അപ്പൊ അവിടെ അങ്ങനെയൊക്കെയുള്ള ആയിരുന്നു. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിലല്ലേ. നീ എനിക്ക് 30 സംഖ്യ വാക്കി ഓർക്കണം. നിന്നെ വിലാപം നൃത്തമാക്കി തീർത്തു. സന്തോഷം ഉടുപ്പിച്ചു. രട്ടിന്റെ അനുഭവം. രട്ടെന്ന് പറയുമ്പോൾ അല്ലേ ഉടുത്ത് സാക്ഷിശീല അല്ലെങ്കിൽ വെച്ച് വെണ്ണീരിൽ കിടക്കുന്ന അനുതാപത്തിന് ദുഃഖത്തിന് ഒത്തിരി ഭക്തന്മാരങ്ങനെ യോഗം തുടങ്ങിയ ഭക്തന്മാരുടെ അവസ്ഥ നമുക്കറിയാം. അപ്പൊ അതൊക്കെ ദുഃഖത്തെ കാണിക്കുക, അനുതാപത്തെ കാണിക്കുക, പ്രയാസത്തെ കാണിക്കുക, ഭാരത്തിന്റെ അവസ്ഥ കാണിക്കുക, ജീവിതത്തിന്റെ ശോചനീയമായ അവസ്ഥയെ ദയനീയമായ അവസ്ഥയെ കാണിക്കുക. പക്ഷേ അവിടെ അവര് ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവമാണ് അതിനെ മാറ്റുന്നത്. വിലാപം നൃത്തമാക്കുന്ന ദൈവം. നമുക്കറിയാം ഈ സംഭവം ഈ ഉറച്ചത് എങ്ങനെ കർത്താൻ ഉത്തരം കിട്ടിയത്. അപ്പൊ വാസ്തവത്തിൽ ക്രൂശിൽ എന്താ നാം വായിക്കുന്നത്? കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞു പോവുകയാ. നമുക്കറിയാമല്ലോ, ആ വാക്യമൊക്കെ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു പോയാൽ മതിയിൽ എന്താ വാഴ്ചയിലെയും അധികാരങ്ങളെയും ക്രൂശിൽ ആയുധം ഒപ്പിച്ച് അവയുടെ മേൽ ജീവോത്സവം ക്രൂശിൽ ജീവോത്സവം കൊണ്ടാടുകയായിരുന്നു. അല്ലാതെ ധാരണ കടക്കുന്നതില്ലേ എത്രയോ വേദനയോടെ നിശ്ചയമായി തൊട്ട് കടൊരു വേദന കർത്താവായിരിക്കുന്നവൻ അത് ഒരു തലത്ത് ഒരു ചിന്തിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ടതല്ല പറഞ്ഞത്. പക്ഷെ അവിടെ ലോകക്കാർ നോക്കുമ്പോൾ എന്താ കണ്ടില്ലേ, യേശു ക്രൂശിക്കപ്പെട്ടു അല്ലെങ്കിൽ അവര് കൊന്നു എന്നൊക്കെ പറഞ്ഞ മനുഷ്യർ പറയുമ്പോൾ അവരർത്ഥം മനസ്സിലാക്കുന്നില്ല. പക്ഷെ കർത്താവ് ജീവോത്സവം കൊണ്ടാടുകയായിരുന്നു. ജയം പാപത്തിന്റെ മേൽ, സാത്താന്റെ മേൽ, അന്ധകാര ശക്തിയുടെ മേൽ, വാഴ്ചയുടെ അധികാരങ്ങളുടെ മേൽ എന്ത് ചെയ്യുന്നറിയാമോ? ആമേ കർത്താവ് ജീവോത്സവം ഇങ്ങനെ കൊണ്ടാടുകയായിരുന്നു. കൊണ്ടാട്ടം എന്താ ആഘോഷമായിരുന്നു. നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ. ആമേൻ. അവിടെ ജയം ആഘോഷിക്കായിരുന്നു മക്കളെ. ദുഃഖം നേരിയ പരാജയമല്ല, ജയത്തിന്റെ എന്താ ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷം നീതുവമ്മയുടെ കൂടാരങ്ങൾ. അതൊക്കെ ഞാൻ ബാക്കി ചിന്തിച്ചത് അത് പറഞ്ഞു പോകാൻ വേണ്ടി ഓർത്തതിൽ വീണ്ടും അവങ്ങളിലേക്ക് വന്നു. 112-ാം സംഖ്യത്തിൽ നമുക്കറിയാമല്ലോ അല്ലെ, ഉല്ലാസം ജയത്തിന്റെ ഘോഷം നീതുവമ്മയുടെ കൂടാരങ്ങളുണ്ട്. അതാണ് നമ്മൾ കൂടെ. നമുക്ക് അയ്യോ എല്ലാം ശരി പോയല്ലോ, പ്രയാസം നിശ്ചയമായി നമ്മൾ പലപ്പോഴും പറഞ്ഞു പോകാറുണ്ട്. പ്രയാസം വരുമ്പോഴൊക്കെ നമ്മൾ എന്താ കുറുകുറുപ്പം നല്ല ഒരു വിഷമത്തിൽ പല കാര്യങ്ങൾ നമ്മൾ ഇത് ഒരു ചിന്തിക്കുമോ, ഒരു പക്ഷേ അങ്ങനെ പറയുന്നത് നല്ലതല്ല. ആമേൻ. കരുതത്തോളം പറയാതിരിക്കുക. എന്നാലും നമ്മൾ ദൈവസന്നിധി പറയുമ്പോഴാണ് ഏറ്റവും കാര്യം. പിന്നെ വീട്ടിൽ പറഞ്ഞു അല്ലെങ്കിൽ ആർക്കാരും പറഞ്ഞു നമ്മൾ പ്രശ്നം ഉണ്ടാക്കാതെ കുടുംബത്തിലോ ആയി പോകരുത്. നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കണം വളരെ. എന്നാൽ ദൈവസന്നിധി നമ്മൾ നിലവിളിക്കുമ്പോൾ ഹൃദയം തുറന്ന് പറയാൻ കരുതുന്ന ഒരു സ്ഥലം ദൈവസന്നിധിയാണല്ലോ. ഉറച്ച നിലവിളിയോടെ കണ്ണിലൂടെ അയച്ചു ഉത്തരം ലഭിച്ചെന്നാ പറയാം. അപ്പൊ അതിനകത്ത് ജയപ്പെട്ടാണ് എന്താ 3-ാം ദിവസം ഉയർത്തുന്നേറ്റല്ലേ. ആമേ പാപത്തെ ജയിച്ച് അല്ലെങ്കിൽ ആമേ ഇഹലോക ശക്തികളെ ജയിച്ചടക്കിയവൻ. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ആമേ എന്താ 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നു. ഹല്ലേലൂയ. ഈ മരണത്തിന്റെ ജയം എവിടെ? പാതാളത്തിന്റെ വിഷമുള്ള ചോദിച്ചുകൊണ്ട് ആമേ വെല്ലുവിളിച്ചു മരണത്തെ പാതാളത്തെ ജയിച്ച കർത്താവ്. ഹല്ലേലൂയ. വാഴ്ചകളെയും അധികാരങ്ങളെയും ക്രൂശിൽ ആയുധം ബന്ധിപ്പിച്ച് അവിടുത്തെ ജീവോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം പ്രാപിച്ചവരെല്ലാം ഇടങ്കാലം മടങ്ങുന്ന, എല്ലാം നമുക്ക് കർത്താവിനെ ഏറ്റു പറയുന്ന, എല്ലാം നമുക്ക് മേലായിരിക്കുന്ന ആ നാമം ഇന്നും സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കല്ലേ. ആരെങ്കിലും സുഗന്ധമല്ലേ പകർന്ന തൈലം പോന്നാമം പാൽ സൗരഭ്യം. ആ പാട്ടുകളൊക്കെ പഴയ പാട്ട് എനിക്ക് പഴയ പാട്ടൊക്കെ വലിയ ഇഷ്ടമാണ്. അതൊക്കെ പാടുമ്പോൾ എത്ര സുഖം. അപ്പൊ അങ്ങനെ സുഗന്ധം പരത്തിക്കൊണ്ട് മുന്നേ കാര്യം എന്താ? സുഗന്ധം പരത്താൻ ചില്ലറ എല്ലാ കർത്താവ് അല്ലെ. അതിനെപ്പറ്റി നമ്മൾ പഠിക്കുന്ന ദേവാസന്മാരെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ, ഈ എന്താ സുഗന്ധ കൂട്ട് അതൊക്കെ എന്ന് പറയുന്നത് ഇടിച്ച് നല്ലപോലെ അപ്പൊ സൗരഭ്യം പരത്തുകയാണ്. അപ്പം കർത്താവ് അങ്ങനെ തകർക്കപ്പെട്ടു, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. സ്തോത്രം. എന്നിട്ട് ആ സുഗന്ധം പരത്തുന്ന ലോകം. അല്ലാതെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് നമ്മുടെ ജീവിതം ബന്ധപ്പെടുത്തുമ്പോൾ ഇവിടെ യഹോശുവത്തിൽ സംഭവിച്ചെന്നറിയാമോ? നമുക്കറിയാം. ആമേൻ. അറിയാമെന്ന് പറഞ്ഞു വിടുക. അവൻ ഭയപ്പെട്ടപ്പോൾ ഭയം വന്നപ്പോൾ ഇവരെല്ലാം വരുന്നു കേട്ടപ്പോൾ ആരെങ്കിലും കൂടെ പറയുക ഇങ്ങനെ വരുന്നു, നിങ്ങളുടെ നേരെ യുദ്ധം ചെയ്യാൻ വരുന്നു കണ്ടില്ലേ. ഒരു ഭയം ഭീതിജനകമായ കാര്യം കേൾക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അടങ്ങിയിരിക്കത്തില്ല. നമ്മൾക്ക് മനസ്സിന് അസ്വസ്ഥമാവില്ലേ. നമ്മൾ അതിനുവേണ്ടി എന്തെങ്കിലും കാര്യം ഇതേ രാജാവ് അദ്ദേഹം കാര്യം ചെയ്യാം. ഇന്ത്യ സൈന്യാധിപതി നമ്മുടെ സേനാധിപതി പറട്ടെ, എത്ര സൈന്യങ്ങളുണ്ടെന്ന് എണ്ണിക്കാട്ടെ, എത്ര ആയുധങ്ങളുണ്ടെന്ന് എണ്ണിക്കാട്ടെ, ഒന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്താക്കാട്ടെ. മൂന്ന് സൈന്യം വരുന്നു, നമ്മുടെ അത്ര സൈന്യമൊന്നുമില്ല. അങ്ങനെ ഒന്നും ചെയ്തില്ല. അവന് ഭയം വന്നപ്പോൾ ഭയപ്പെട്ടു.
ദൈവത്തെ ഭയപ്പെടുന്നതായിരുന്നു ഭയം. പക്ഷേ ദൈവത്തെ ഞാൻ ഭയപ്പെടുന്ന ആൾ നിന്നിൽ ആശ്രയം. 56-ാം സംഗീതമാണെന്നല്ലേ അറിയാമല്ലോ. ഞാൻ ഭയപ്പെടുന്ന ദൈവത്തിൽ ആശ്രയിച്ചു. അപ്പോൾ അതിന്റെ പുകഴും, ആശ്രയിക്കുക മാത്രമല്ല അവിടെയും തന്നെ പറയുന്നുണ്ട് പുകഴും, ദൈവത്തെ സ്തുതിക്കും. അപ്പോ പ്രാർത്ഥന സ്തുതിയോടുകൂടെ ദൈവസന്നിധിയിൽ അല്ലെ എന്താ പറയുക, സ്തോത്രത്തോടുകൂടെ അർപ്പിക്കത്ര വേണ്ടത് എന്ന് നമ്മൾ ഒന്നിനെപ്പറ്റി വിചാരപ്പെടുന്നില്ല. പ്രാർത്ഥനയിൽ അപേക്ഷ നിങ്ങളുടെ ആവശ്യ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കത്ര വേണ്ടത് എന്ന സന്നിബുദ്ധിയെ കഴിഞ്ഞ് ദൈവസമാധാനം ഹൃദയങ്ങളിലേക്ക് സുരേഷ് കാക്കുമെന്ന് ഫിലിപ്പിലെ 4-ാം അധ്യായത്തിന്റെ 6 നമുക്കറിയാം വാക്യങ്ങളാണ്. കർത്താവിലേക്ക് നിൽക്കും. അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞു പോലെ അവിടെ പ്രാർത്ഥിക്കും. ജനത്തെ വിളിച്ചു കൂട്ടി ഒരു ഉപവാസം പ്രസ്തം ചെയ്തു. ദൈവത്തിന് മുഖം അന്വേഷിക്കാൻ മനസ്സ് വെച്ചു. ഉപവാസം പ്രസ്തം ചെയ്തു. എല്ലാവരും വരാൻ പറഞ്ഞു. എല്ലാവരും കൂട്ടിനായിരുന്നു. എല്ലാവരും വരാൻ പറഞ്ഞു. കുഞ്ഞുകുട്ടി ആപാലവിടുന്ന് വരിക, യെരുശലേമിൽ വരിക. നോക്കണം, ചെറിയ കാര്യമാണോ? എല്ലാവരും കുഞ്ഞുങ്ങൾ സഹിതം വന്ന ദൈവസന്നെ വന്നിരുന്നു. ദൈവം ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയല്ലേ, ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ. ഒരുപക്ഷെ നമ്മുടെ കൂടെ കുഞ്ഞുങ്ങളില്ലായിരിക്കാം, ഒരുപക്ഷെ അവർക്കിട്ടായിരിക്കാം, അവർ പക്ഷെ പല സ്ഥലങ്ങളായിരിക്കാം, അവർ പക്ഷെ ഉറങ്ങിയായിരിക്കാം. എങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ദിവസം ഇരിക്കുക കുഞ്ഞുങ്ങളുമായി. അല്ലാതെ ഈ സൂമിലിരിക്കുന്ന കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലിരിക്കുന്ന കാര്യം അല്ലാതെ നമ്മൾ ഇരിക്കുന്ന കാര്യം, കുടുംബത്തിലായിരിക്കുള്ള കുഞ്ഞുങ്ങളുമായി ആ ദൈവത്തിന് ഇരിക്കുന്ന കാര്യം, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബ പ്രാർത്ഥനയാകട്ടെ അല്ലെങ്കിൽ ചർച്ചിലാകട്ടെ, കുഞ്ഞുങ്ങളുമായി നോക്കണം. വാക്യങ്ങൾ ഞാൻ വായിപ്പിക്കുന്നില്ല, നിങ്ങൾ പിന്നീട് വായിച്ചിട്ട് അറിയാമല്ലോ. 20-ാം അധ്യായത്തിൽ 2-ാം സ്തോത്രം. ഹല്ലേലൂയ. താൻ പ്രാർത്ഥിക്കുക, ദൈവമേ എന്റെ ദൈവമേ. എന്റെ യഹോശാഫാത്തിന്റെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവമേ എന്റെ ദൈവമേ, പ്രകാരം ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, ഞങ്ങളുടെ ദൈവമേ, എങ്ങനെയൊക്കെ പറഞ്ഞത് പിതാക്കന്മാരുടെ ദൈവം മാത്രമല്ല, പിന്നെ ഞങ്ങളുടെ ദൈവമേ. അങ്ങനെ തന്റെ ആ വാക്കുകൾ ഞാൻ ഇങ്ങനെ ഒറ്റ ധ്യാനിച്ചപ്പോൾ ഈ വാക്യ നിങ്ങളൊക്കെ ധ്യാനിച്ചിട്ടുള്ളപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ആ ദൈവമേ എന്ന് വിളിക്കുന്നതിന്റെ ആ പ്രത്യേകതകൾ. ദൈവമേ, പിതാക്കന്മാരുടെ ദൈവം മാത്രം നമ്മുടെ ദൈവം. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെ ദൈവം മാത്രമല്ല, ദൈവം നമ്മുടെ ദൈവം കൂടെ അല്ലേ. എന്റെ ദൈവം, എന്റെ ദൈവമേ, എന്റെ കർത്താവ് എന്ന് പറയല്ലേ. എന്റെ കർത്താവ് എന്റെ ദൈവമായുള്ളവ എന്ന് സത്യം പറഞ്ഞ പോലെ വ്യക്തിപരമായ ബന്ധം നമുക്ക് പാസ്റ്റ് നേരത്തെ പ്രാർത്ഥനയുടെയും പറഞ്ഞ പോലെ നമുക്ക് അത് കർത്താവിന്റെ സന്തോഷം. ലോകക്കാർക്ക് നമ്മുടെ ബന്ധത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് പാസ്റ്റ് പറഞ്ഞ വാക്കുകൾ എത്രയോ നമ്മുടെ ബന്ധം കർത്താവുമായി നമുക്ക് സമാധാനം അനുഭവിക്കുന്ന ലോകക്കാർ അനുഭവിക്കുന്നില്ല. ആ സന്തോഷം അത് ഒത്തിരി കാര്യങ്ങൾ അവർക്കുണ്ട്. അവർക്കില്ലാത്ത നമുക്കില്ലായിരിക്കാം. ഓഫ് കോഴ്സ് ഒത്തിരി കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ട്. പ്രശസ്തിയും പണവും സമ്പത്തും സ്ഥാനമാനങ്ങളൊക്കെ ഉള്ളവർ ഒത്തിരി പേരുണ്ട്. പക്ഷെ നമുക്കതൊന്നും ഇല്ലായിരിക്കാം. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം നമുക്ക് ലോകപ്രകാരമൊന്നും ഇല്ലായിരിക്കാം. പക്ഷെ കർത്താവുണ്ടോ? നമുക്കെല്ലാം ഉണ്ട്. അല്ലെങ്കിൽ ആരും നമ്മുടെ കൂടെ ഇല്ലയോ? കർത്താവ് ഒന്നും നമുക്കില്ലയോ? നമ്മുടെ കൈവശമില്ലയോ? कुछ भी हमारे पास मैं भी हो, लेकिन प्रभु हमारे लिए सब कुछ है. हालेलुया. हमें कोई भी हमारे साथ न हो, നമ്മുടെ ആരുടെ കൂടെ നമ്മുടെ ആരില്ലയോ, അല്ല നമ്മുടെ കയ്യിൽ ഒന്നുമില്ലയോ? കർത്താവുടെ എല്ലാവരും ക്രിസ്തുവിൽ നാം സന്തോഷിക്കുക. ക്രിസ്തുവിൽ നമ്മളെ ജീവിതസമയം നടത്തുന്നൊക്കെ വായിക്കുന്നില്ല നമ്മൾ കുരിന്ത ലേഖനത്തിൽ. ക്രിസ്തു ഇൻ ക്രൈസ്റ്റ് ജീസസ്, ക്രിസ്തു യേശുവിൽ, അതാണ് നമ്മുടെ സന്തോഷം. എല്ലാം അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തു യേശുവില്ല. ദൈവമക്കളെ, ആമേ സമയം തീരുന്നല്ലോ, ഞാൻ പെട്ടെന്ന് പറഞ്ഞ് നിർത്തട്ടെ. ആമേ നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവിക കർത്താവിനെ സന്തോഷിക്കുക. ഉല്ലാസിന്റെ ജയത്തിന്റെ ഘോഷം ഇതും അവിടെ കൂടാൻ സ്തുതിക്കണം ദൈവത്തെ. ഇവിടെ നിലവിളി എല്ലാവരും വന്ന് കരയുക. ചിന്തിച്ചു പോയി, അവിടെ എല്ലാവരും കുഞ്ഞുങ്ങൾ സഹിതം നിലവിളി കരയില്ലേ. അവിടെ എഴുതിയിട്ടില്ല, അവർ കരഞ്ഞു. പക്ഷേ കാരണം ദൈവമേ ഞങ്ങൾ കൂട്ടാൻ വന്നിരിക്കുന്നു, അവരെല്ലാം വേണ്ട വന്നിരിക്കുന്നു, അടുത്ത് വന്നിരിക്കുക. നോക്കണം, രാജാവാബ് എന്താ ചെയ്യേണ്ട? സൈന്യത്തെ കുറിച്ച് കൂട്ടി ബുദ്ധിയിൽ എന്തൊരു പൊട്ടല്. നമ്മൾ സാധനം ഇദ്ദേഹം മനുഷ്യമായി പറഞ്ഞ ആൾക്കാർ പറഞ്ഞ എന്തോ ചെയ്യുന്നത്. ഒരുപക്ഷെ ആൾക്കാർ പറഞ്ഞു കാണും, നിങ്ങൾ മിണ്ടണ്ട, സൈന്യബലത്താ രാജാവ് ജയം പ്രാപിക്കുന്നില്ല കേട്ടോ, അല്ലേ യഹൂദരെ, അല്ലയോ സൈന്യങ്ങളെ. ഒരുപക്ഷെ അവർ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ വൃത്തിമാരോ വലിയ ആൾക്കാർ പറഞ്ഞപ്പോൾ പറഞ്ഞു കാണും, ഇല്ല, ബലാധിക്യം കൊണ്ട് നമ്മൾ രക്ഷപ്പെടത്തില്ല. ഏതൊരു കുതിരയ്ക്ക് വ്യർത്ഥമാണ് ദൈവത്താലെ നമ്മൾ എന്തെങ്കിലും വീര്യം പ്രവർത്തിക്കുന്നുള്ളൂ. ദൈവമാണ് നമുക്ക് ചെയ്യാൻ. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തിലേക്ക് നോക്കാം. അവനാ നമ്മുടെ പിതാക്കന്മാരെ സഹായിച്ചവൻ, നമ്മളെ എന്തുകൊണ്ട് നടത്താൻ അവനാ. അവിടെ നിന്ന് നമുക്ക് ജയം നൽകേണ്ടത്. ഏതൊരു കുതിര വ്യർത്ഥമാ, കുതിര യുദ്ധ ദിവസത്തേക്ക് സമയിക്കുന്നു, ജയമോ യഹോവയുടെ കൈവശത്തിരിക്കുന്നു വായിക്കുന്നില്ലേ. അങ്ങനെ ജയം ദൈവം തന്നെങ്കിലേ പറ്റത്തുള്ളൂ. കർത്താവിലേക്ക് നോക്ക്, കുഴപ്പമില്ല. അവിടെ വന്നിരിക്കുന്നില്ലേ കേട്ടത്. അവർ പറയുന്നത് എന്താ? ആണ്ട് വന്നിരിക്കുന്നു, അടുത്തു വരുന്നു കേട്ടോ. ഒരു സമൂഹം നിന്നേരെ എന്തോ ബുദ്ധി, പക്ഷേ മനുഷ്യബുദ്ധിയിൽ ആശ്രയിച്ചില്ല, വലിയ ദൈവത്തില. ദൈവം അറിയ ഒന്നും സംഭവിക്കത്തില്ല, വിശ്വസിക്കണം ദൈവമക്കളെ. അവൻ കർത്താവ് അറിയ ഒരു ശക്തിയും തന്നെ തുറത്തില്ല, ഒരു അന്ധകാര ശക്തി ഒരു കാര്യം സംഭവിക്കത്തില്ല. അഥവാ വന്നാലും എന്റെ കർത്താവ് അറിഞ്ഞ സംഭവിക്കത്തുള്ളൂ. സംഭവിച്ച സന്തോഷിക്കാനിടയായി തരണം. ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയണം. അവിടെയാണ് നിന്റെ ജയം. അതാണ് നിന്റെ ജയം. പരാജയമല്ലത് കേട്ടോ, ദോഷത്വമല്ലത് കേട്ടോ. നമുക്കറിയാം പിന്നീട് അവരുടെ കൂട്ടത്തിൽ തന്നെ ആ ജനത്തിന്റെ കൂട്ടത്തിൽ ഒരു പ്രവാചനത എഴുതിപ്പിച്ചു അല്ലെ. രഹസ്യ എന്ന് പറയുന്നത് ആത്മാവ് വന്നു, അത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. നാളെ ഇന്ന സമയത്ത് ഇന്നടത്തിയാണ്, അതുകൊണ്ട് രാജാവെ പേടിക്കേണ്ട, ഭയപ്പെടേണ്ട, ധൈര്യപ്പെട്ടുകൊള്ളുവിൻ, നമുക്ക് നാളെ ദൈവത്തിന്റെ രക്ഷ തരും, യുദ്ധം ദൈവത്തിലുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട്. അതിനുശേഷം നാം വായിക്കുന്നത് രാജാവ് എന്ത് ചെയ്തു? ജനത്തെ സൈന്യത്തിന് മുമ്പാകെ സ്തുതിക്കുന്നവരെ
അത് നമ്മൾ ചിന്തിക്കണം. സ്തുതിക്കുന്നവരെ നിർത്തി, ദൈവത്തെ മഹത്വപ്പെടുന്നവരെ നിർത്തി. ഇത് അടുത്ത പോഷൻ നോക്കണം. ഇപ്പൊ തന്നെ ചെയ്ത പോഷൻ മനുഷ്യർക്ക് തോന്നാം. അടുത്ത കണ്ട സൈന്യത്തിന് മുമ്പിൽ ആരും നിർത്തുക? ഗോപയ്ക്ക് സ്വോത്ര ജീവിതം നല്ലവനോ അവന്റെ എന്നേക്കുള്ളത് പാടി സ്തുതിച്ച് നൃത്തം ചെയ്യുക, ഹല്ലേലൂയ, സൈന്യത്തിന് മുമ്പിൽ നിർത്തുക. കണ്ടു കഴിഞ്ഞാൽ എന്തോ മോശത്വം കാണിക്കുന്നേ. എന്റെ തലയ്ക്കലും എന്താ ഭ്രാന്താണോ, അല്ലെങ്കിൽ അങ്ങനെ വല്ലതും സമനില തെറ്റിപ്പോയി എന്ന് വേണേ ചോദിച്ച് കാണും. ഒരുപക്ഷെ പല ചിന്തിച്ചു കാണും. അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന് അറിയാം ദൈവിക വെളിപ്പാടിന്റെ സ്വർഗീയ ജ്ഞാനമോനുണ്ട്. ദൈവം അദ്ദേഹത്തെ കൊടുത്ത ജ്ഞാനപ്രകാരം ആത്മീയ ദർശനപ്രകാരം ആ കാര്യങ്ങൾ ചെയ്യുക. ദൈവിക ജ്ഞാനം, ആ നല്ല ഉറച്ച വിശ്വാസം തന്നെന്നറിയാമോ. അങ്ങനെ അങ്ങോട്ട് നമുക്കറിയാം അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ. അപ്പം ഇപ്പോൾ യുദ്ധം ചെയ്യുന്ന ആരാ? ദൈവമാണ്, യഹോവ. അമോനെ മോവാബിയുടെ പതിയപ്പുകാരെ നിർത്തി. ഇവിടുന്ന് വന്നു, ദൈവം തന്നെ അയച്ചു അല്ലെ. അപ്പോൾ ദൂതൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങിയാൽ മതി ഇട്ടിരിക്കുന്നു. അങ്ങനെ ദൂതന്മാർ ഇറങ്ങി വന്നതും വലിയ വലിയ വിടുതൽ ജനത്തിന് കൊടുക്കുക അറിയാമല്ലോ, ജയം ജനത്തിന് കൊടുത്ത് അറിയാമല്ലോ. അവരുടെ ജയ സന്തോഷത്തോടെ അവർ കൊള്ള വിഭാഗിച്ചു പോവുകയാണ്. ആ സ്ഥലത്തിനിട്ട പേരാണെന്ത്? ബരാഖ താഴ്വര. സമയപരിമിതി ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്തുക. അവിടെ ബരാഖ. അപ്പൊ നേരത്തെ കാര്യം ബാനു ബാഖ, കണ്ണുനീർ താഴ്വരയായിരുന്നു. ഇപ്പോൾ അതെന്റെ വായിച്ചെന്താണ് അവിടെ അതിനെന്ത് പേരിട്ടെന്നാ വായിക്കുന്നത്? അവര് സന്തോഷത്തോടെ മടങ്ങിപ്പോയി, വലിയ കൊള്ള വിഭാഗിച്ച് മടങ്ങിപ്പോന്നു, വലിയ ജയം കണ്ടു, ശത്രുവിനെ ദൈവം ഓടിച്ചു. ഹല്ലേലൂയ, ദൈവം തന്നെ ഇറങ്ങി. അവിടെ സൈന്യബലം വേണ്ട, ഒരു ആയുധവും പ്രയോഗിച്ചില്ല, വെറുതെ ആയിരുന്ന ആയുധം. പക്ഷെ സ്തുതിക്കുന്ന ദൈവത്തെ പാടി സ്തുതിച്ച് തുടങ്ങിയപ്പോൾ, ദൈവത്തെ ആരാധിച്ചപ്പോൾ, ദൈവമക്കളെ സ്തുതി ആരാധന കുറയ്ക്കുന്നത് കേട്ടോ. ചർച്ചിലാകട്ടെ, വ്യക്തിപരമായ ജീവിതത്തിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, എനിക്കറിയാം നന്നായി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാനൊക്കെ അനുഭവിച്ച കാര്യമാണ്. ഞാൻ എന്തും ആ കാര്യം ചെയ്യും. ഞാൻ കുടുംബ പ്രാർത്ഥന അനുഭവം പ്രാസ്തുതിക്കാനും ഞങ്ങൾക്ക് സംസാരിക്കും. ആ മറ്റേ ദൈവമക്കളെ ഷെയറിങ്ങും ആരാധിക്കാറുണ്ട്. ഒരാളുടെ ദൈവത്തെ നന്നായി നമ്മളെ പഠിപ്പിച്ച പഠിപ്പിച്ച കാര്യമാണ്. അത് മാറത്തില്ല. ആരാധന സ്തുതി, അവിടെയാണ് ജയം നമുക്ക്. ദൈവം ജയം തന്നു കഴിഞ്ഞു. അപ്പോൾ കണ്ണുനീരും ആമേൻ, ദൈവത്തെ ആശ്രയിക്കുക, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക, കണ്ണുനീരോടെ പ്രാർത്ഥന, അത് കണ്ണുനീര്, പിന്നെ ഇന്നത്തെ സ്തുതിക്ക് നമ്മുടെ വലിയ വിടുതൽ ദൈവം നൽകുന്നു, ജയം നൽകുന്നു, വൻകാര്യങ്ങൾ ദൈവം പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ ദൈവത്തെ ലഭിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ബാഖ ഓഫ് വാല്യൂ, ബാഖ, കണ്ണുനീര് താഴ്വര, വിലാപ താഴ്വരയെ നൃത്തമാക്കുന്ന, അനുഗ്രഹ താഴ്വരയിലേക്ക് നയിക്കുന്ന, വാല്യൂ ബറാഖയിലേക്ക് നയിക്കുന്ന ദൈവം ജീവിക്കുന്നു. ആമ കർത്താവിൽ ആശ്രയിക്കാം, ദൈവം നോക്കാം. അല്പസമയം മുമ്പോട്ട് പോയതിനെ അറിയാം. കർത്താവ് ക്ഷമിക്കും. ആമേൻ. ദൈവം നമ്മളെ ഒരുമിച്ച് നാം ദൈവത്തിൽ ആശ്രയിക്കുന്നു. കർത്താവൻ കാര്യങ്ങൾ ചെയ്യട്ടെ, ജയം നൽകട്ടെ. ആമ ജയം നൽകിയിരിക്കുന്ന സ്തോത്രം ചെയ്യാം. കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. ആമേൻ. കുറച്ച് നേരങ്ങളോട് പ്രാർത്ഥിച്ച കർത്താവിന് ആമേൻ പുത്രന് മറുപടി കൊടുത്ത കർത്താവിടെ ജീവോത്സവം കൊണ്ടാടിയ കുറിച്ച് അങ്ങനെ ഉത്തരം കിട്ടി. ജീവോത്സവം കൊണ്ടാടി ജയമായിരുന്നു, ഉയർപ്പിൽ ജയമാകുന്നു. എന്നെ സഹായിക്കട്ടെ. താങ്ക് യു മാസ്റ്ററെ. നന്ദി, വളരെ നന്ദി അറിയിക്കുന്നു സമയം നൽകിയതിന്. താങ്ക് യു സജി പാസ്റ്ററെ. കർത്താവിനെ പ്രാർത്ഥിച്ച് ആസ്വാദം പറയുന്നു.